അവസരം ഇതാ കിട്ടിപ്പോയി. ആ അവസരത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ വ്യക്തിപൂജയെക്കുറിച്ച് പ്രസംഗിച്ചേക്കാം എന്ന് കരുതുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്വഭാവം ചില ആളുകളിലെങ്കിലും ഉണ്ട്. ഞാൻ സ്മൃതിയുടെ കാര്യമല്ല പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ നോക്കൂ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ ഈ പാട്ട് എഴുതിയത്? അല്ല. കാരണഭൂതൻ എന്ന പാട്ട് എഴുതിയത്? അല്ല. നിങ്ങൾ പല ആളുകളും ആ സ്തുതിപാഠകരോട് നേരിട്ട് സംവദിക്കേണ്ട ആവശ്യമില്ല. ആരാണ് സ്തുതിപാഠകർ? പറയേണ്ട കാര്യമില്ല. ഇതേ ഫോറത്തിൽ ഇരുന്ന് പാർട്ടിയെയും സെക്രട്ടറി ഈ പറയുന്ന സർക്കാരിനെയും ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിലും പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങളിലും വിമർശിച്ചു എന്ന വാർത്ത കൊടുത്തവരല്ലേ നമ്മൾ? സ്തുതിപാഠകരുണ്ടായിട്ടാണോ ലോക്കൽ സമ്മേളനങ്ങളിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും സർക്കാരിനെതിരെ നിശ്ചിത വിമർശനമെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്? അപ്പോൾ സ്തുതിപാഠകർ മാത്രമുള്ളൊരു പാർട്ടി സംവിധാനമാണോ ഇത്? അതെങ്ങനെ കണക്കാക്കാൻ കഴിയുക? ഏതെങ്കിലും ഒരു അസോസിയേഷന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ സ്തുതിപാഠകരുണ്ട് എന്ന് വെച്ചാൽ സ്തുതിപാഠകരാണ് എന്ന് പറയുന്നില്ല. ചുറ്റിലും ഒരു കോണി നിൽക്കുന്ന ആളെ നിങ്ങൾ എങ്ങനെ ചുറ്റിലുമാക്കുക? ഓഫീസിലുള്ളവരാണോ? പാർട്ടിയുമായി പാർട്ടി ബന്ധപ്പെട്ടവരല്ല. പാർട്ടി അതായത് എനിക്കറിയില്ല പാർട്ടിയിലെ ഏതെങ്കിലും തരത്തിൽ ഭാരവാഹികളാണ്. ഇവര് സെക്രട്ടേറിയറ്റ് ജീവനക്കാരാണ്. ധനകാര്യ വകുപ്പിലാണ് ഈ പൂവത്തൂർ ചിത്രസേനൻ. അദ്ദേഹമാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. ഈണം ഇട്ടിരിക്കുന്നത് നിയമവകുപ്പിലെ സെക്ഷൻ ഓഫീസർ KS. ആസ്വദിക്കാൻ ആളില്ലെങ്കിൽ ഒരേ താളത്തിലുള്ള പാട്ടുകൾ ഉണ്ടാകില്ല. അത്രയേ ഉള്ളൂ.